ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മോൻ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ കുറേ പേരൊക്കെ കണ്ടിട്ട് നല്ല കമൻസ് ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിവേ താങ്ക്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ ഗോൾഡിനോട് കുറച്ചൊക്കെ പ്രിയമുള്ള ആൾക്കാരാണല്ലേ, അല്ലെങ്കിൽ ഗോൾഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ഇതൊക്കെ വാങ്ങിച്ച് മാക്സിമം ഒരു 3 to 5 months ഉള്ളിൽ അതിൻ്റെ ഒരു കളർ മങ്ങിയതായിട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സത്യത്തിൽ അങ്ങനെ ഒരു കളർ മങ്ങിച്ച് നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, നമ്മൾ അത് ഒന്നെങ്കിൽ സോപ്പ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഷാമ്പു ഒക്കെ വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ടൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കും. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് ആക്ച്വലി തിരിച്ച് കിട്ടാറുണ്ട്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പഴയ ആ ഒരു ഗോൾഡിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ നമുക്ക് എങ്ങനെ പുറമെ ജ്വല്ലറീസിലോ അല്ലെങ്കിൽ ഈ ഗോൾഡ് സ്മിത്തിൻ്റെ അടുത്തൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഈ ഗോൾഡിൻ്റെ ഒക്കെ ആ ഒരു പഴയ കളർ നമുക്ക് എങ്ങനെ റീഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വീട്ടിൽ ഗോൾഡ് ഒക്കെ ഇങ്ങനെ ഈ ഒരു കളർ മങ്ങിച്ച കാരണം കറക്റ്റ് ചെയ്യാൻ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇതുപോലത്തെ ഒരു ബൗളിൽ ഞാനിപ്പോൾ ഇതിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നത് നല്ല ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളമാണ്. അപ്പം അതുപോലെ തന്നെ എല്ലാവരും നല്ല രീതിയിൽ ബോയിൽഡ് ആയിട്ടുള്ള വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മഞ്ഞപ്പൊടിയാണ്. അത് ഇപ്പോൾ നോർമലി ഇത്രത്തോളമൊക്കെ വെള്ളം എടുത്ത സ്ഥിതിക്ക് ഇതുപോലത്തെ ഒരു സ്പൂണാണ് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇടാം. പിന്നെ നമുക്ക് വേണ്ടത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഷാമ്പു ആണ്. അത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പു വേണമെങ്കിൽ നമുക്കതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഈ ഐറ്റംസ് ഒക്കെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഈ പറയുന്ന ടർമറിക് പൗഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് എന്നിട്ട് നന്നായിട്ട് എന്തെങ്കിലും സ്പൂണോ ഫോക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. കാരണം ഇത് കറക്റ്റ് നമ്മുടെ ഈ ഒരു വെള്ളത്തിൽ ഇത് അബ്സോർബ്ഡ് ആവാനുണ്ട്. അപ്പോൾ ഇതൊന്ന് ശരിയായിട്ട് എടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഇതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നോർമലി വാത്തികയുടെ ഒരു ഷാമ്പു ആണ്. നമുക്ക് ഏത് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പൂസ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് ഒരു ഡ്രോപ്പ്, ഒരു 2-3 ഡ്രോപ്സ് നമുക്കിതിൽ ആഡ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്കിത് മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം കറക്റ്റ് ഈ പറയുന്ന രീതിയിൽ ഒരു ഫോം വരില്ലേ, അങ്ങനെ ആ ഒരു ഫോം വന്നിട്ടില്ല. ഇപ്പോൾ ഇതിൽ കണ്ടോ നല്ല രീതിയിൽ ബബിൾസ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ ആഡ് ചെയ്ത ഷാമ്പൂ കറക്റ്റ് ആ ഒരു അളവിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനി ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഇത് തന്നെ മതി. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിപ്പോൾ ഇതാക്കിയപ്പോൾ തന്നെ നല്ലൊരു ജോയിൻ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഗോൾഡ് ഇടാനായിട്ട് പോണത്, ഇടാൻ പോവാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഇത് നമ്മൾ പാദസരമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ഇത് റിങ് ആണ്. പിന്നെ വള, ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഒക്കെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് സെറ്റ് ആവണം. അപ്പോൾ ഇതൊന്ന് മാക്സിമം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം ഒന്ന് ഇതാക്കിയാൽ മാത്രമാണ് ഇതിലുള്ള ഈ അഴുക്ക് കറക്റ്റായിട്ട് പോവുള്ളൂ. എന്നിട്ട് ഇത് ഒന്ന് ഇങ്ങനെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 to 3 minutes നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് സെറ്റായി കൊടുത്താൽ മതിയാവും. എന്നിട്ട് അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഈ നമ്മളപ്പോൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിലുള്ളതായി കണ്ടോ. ഞാനിതിൽ ഇത് കൂടാതെ ചെയിനും ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന പാദസരമാണ്. ഇത് ഫസ്റ്റ് ഇടുമ്പോഴുണ്ടായിരുന്നതും ഇപ്പോഴും കണ്ടോ ഇതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയിലുള്ള വ്യത്യാസം കണ്ടോ. നല്ല രീതിയിലുള്ള ഒരു ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, പരിപാടി കഴിഞ്ഞിട്ടില്ല. ഞാൻ ജസ്റ്റ് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടപ്പോൾ തന്നെയുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇത് കണ്ടോ ബ്രേസ്ലെറ്റ് ഇതുപോലെ തന്നെ കണ്ടോ നല്ല രീതിയിൽ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ശരിയാക്കാനായിട്ട്. പിന്നെ നമ്മൾ പാദസരം ഞാൻ കാണിച്ചു തന്നു. ബാംഗിൾസ് കണ്ടോ കണ്ടോ നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണുന്നുണ്ട് ഇപ്പം തന്നെ. ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊന്ന് ജസ്റ്റ് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് പേസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഈ പറയുന്ന നമ്മുടെ ഈ ഗോൾഡൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നീറ്റായിരിക്കും. പേസ്റ്റ് മസ്റ്റ് അല്ല, ബട്ട് യൂസ് ചെയ്യണവർക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക
നമ്മൾ നോർമലി ഉള്ള സോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഷാമ്പൂയിൽ ഇട്ട കാരണം കൊണ്ട് കുഴപ്പമില്ല, പേസ്റ്റ് ഇല്ലാണ്ട് ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ബ്രഷ് വെച്ചിട്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. തന്നെ നമ്മുടെ ബാംഗിൾസ് ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വേറെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വളയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് അങ്ങനെ ഇതാക്കണ്ട. നമ്മുടെ ഗോൾഡൊക്കെ ഇതിൽ നമ്മൾ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുകയാണ്. കാരണം നമ്മൾ ഈ മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ച കാരണം കൊണ്ട് എല്ലാത്തിനും പിന്നെയും ഒരു കളർ ഉണ്ടാവും. അപ്പോൾ നമ്മളത് ഓൾറെഡി ക്ലീൻ ചെയ്ത് ബ്രഷൊക്കെ വെച്ച് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ ഓരോരോ ഗോൾഡായിട്ട് ഇതിൽ ഇടുകയാണ്. കണ്ടോ, ഇതിൽ കളർ ഇപ്പോഴും ഒരു ചേഞ്ചസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് അത്രയും നേരം ആ ഒരു മഞ്ഞപ്പൊടിയിൽ ഇട്ട് വെച്ച കാരണം കൊണ്ടാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം വെള്ളം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ പരിപാടി, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് കുറേ പേര് ഇങ്ങനെ ഗോൾഡൊക്കെ പഴക്കം വരുമ്പോൾ അതിൻ്റെ കളർ മങ്ങി പോകുമ്പോഴൊക്കെ ഒന്ന് ചെയ്യിക്കാറുണ്ട്. പക്ഷെ അവർ ചെയ്യണത് ഇങ്ങനെയല്ല. അവർ കാസ്റ്റിക് സോഡ അങ്ങനെയുള്ള കുറച്ച് രാസവസ്തുക്കളൊക്കെ യൂസ് ചെയ്തിട്ടാണ്, കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഐറ്റംസ് ചെയ്യണത്. നമുക്കും അത് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ അത് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലാത്ത കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം ഒന്ന് നമുക്കിങ്ങനെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഇത് കഴിഞ്ഞ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ഒരു ഇത് നമുക്ക് നോക്കാം. തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, നമ്മൾ ഗോൾഡൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ നോക്കാം. അങ്ങനെ ചെയിന്, ബ്രേസ്ലെറ്റ്, നമ്മുടെ എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡിൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചപ്പോഴും ഇപ്പോൾ ഈ കാണിക്കുന്നതും കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മഞ്ഞപ്പൊടിയുടെയും പേസ്റ്റൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്സ് ആണ് നമുക്ക് എന്താ പറയുക മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ പറയുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ വീട്ടിൽ കുറേ ക്ലീൻ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗോൾഡിൻ്റെ കളർ റീഗെയിൻ ചെയ്യാനായിട്ട് ആരെങ്കിലും കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കിട്ടിയ റിസൾട്ടും കൂടെ എനിക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.